കാർഡിന് ടോൾ പ്ലാസ വിത്തിൻ 48 hours അത് സ്റ്റോപ്പ് ആക്കിയിട്ട് തരും എന്ന് ഉറപ്പായിട്ടുള്ള നിർദ്ദേശനം ഇപ്പോൾ ജസ്റ്റ് എനിക്ക് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിളിച്ചതാണ്. രാജീവ് ചന്ദ്രശേഖർജിക്ക് നിതിൻ ഗഡ്കരിജി ഓഫീസിൽ നിന്ന് നേരിട്ട് നിതിൻ ഗഡ്കരി വിളിച്ചിട്ടായിട്ട് ആ ഫയൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ആരിക്കാടി ടോൾ പ്ലാസ ഇനി ഉണ്ടാവുന്നില്ല. ജനങ്ങൾക്ക്, മഞ്ചേശ്വര ജനങ്ങളും അതേപോലെ കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് BJP കൂടെ ഉണ്ടാവൂ എന്ന് ഉറപ്പായിട്ടുള്ള വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ടോൾ പ്ലാസ വന്ന മുതലാണ്, മീൻസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞ ആ മുതലാണ്, ഒരു 8 മാസം മുമ്പാണ് നമ്മൾ ടോൾ പ്ലാസ ഇവിടെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ നിരവധി ലെറ്റേഴ്സാണ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിനും അതേപോലെ സ്റ്റേറ്റ് ഘടകത്തിന് നമ്മളെ പാർട്ടിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പ് നമ്മളെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിന്റെ നിരന്തരമായിട്ടുള്ള എഫേർട്ടും അതേപോലെ അദ്ദേഹം നിതിൻ ഗഡ്കരിജി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജിന്റെ ഒപ്പം സംസാരിച്ചിട്ടായിട്ട് നമുക്ക് ഇവിടെ കാസർഗോഡ് ജനങ്ങൾക്ക് ഒരു ബാധ്യതയായിട്ടുണ്ട് ഈ ടോള്. ബിക്കോസ് 60 കിലോമീറ്റേഴ്സിന്റെ അണ്ടറിൽ 2 ടോള് കെട്ടാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇത് നമുക്കിവിടെ ടോൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് സർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമായിട്ട് ഇന്ന് നമുക്ക് ഒരു നല്ല വാർത്തയാണ്. അപ്പോൾ ഫയൽ സൈൻ ചെയ്തിട്ടായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നാളെ ഉച്ചക്കാകുമ്പോൾ ഓർഡർ കിട്ടും. അതേപോലെ നാളെ വിത്തിൻ 48 hours ഈ ആരിക്കാടി ടോൾ പ്ലാസ ഇവിടുന്ന് ക്ലോസ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്ദി മോദിജി പറയുന്നുണ്ട്. ബിക്കോസ് എപ്പോഴും BJP മാത്രമാണ് ജനങ്ങളെ കൂടെ ഉണ്ടാവും. അല്ലാണ്ട് ഇവിടെ ജനങ്ങൾക്ക് കണ്ണുക്ക് മണ്ണ് ഇടുന്ന പോലെ അല്ല നമ്മൾ ഇവിടെ വർക്ക് എടുക്കുന്നത്. ഇവിടുത്തെ MLA 5 വർഷം കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു MLA ലാസ്റ്റ് മൊമെന്റിൽ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ടോൾ പ്ലാസന ഒരു ആയുധമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരു സമരം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെയാണ് ടോൾ നിർത്തേണ്ടത്, എങ്ങനെ പോയെങ്കിൽ നിർത്താൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ജയിച്ച MLAക്ക് അറിയാണ്ട് ജനങ്ങൾക്ക് ശാന്തി സമാധാനം കൊടുക്കേണ്ട MLA ഇവിടുത്തെ ശാന്തി സമാധാനം കളന്നിട്ട് ജനങ്ങളെ ഒരു വേറെ രീതിയിലാണ് ഇവിടെ കൊണ്ടുവന്ന് നടന്നത്. പക്ഷേ നമ്മൾ BJPക്കാർ എങ്ങനെയാണോ ജനങ്ങളൊപ്പം നിൽക്കേണ്ടത്, അപ്പോൾ ആ റൂൾസ് പ്രകാരം ഫോളോ അപ്പ് ഞങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള വേ ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഫോർമലായിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ലെറ്റേഴ്സുകൾ കൊടുത്തുകൊണ്ട് നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പ് നമ്മൾ നടത്തിയത് കൊണ്ടാണ് ഇന്ന് BJPക്ക് അല്ല ഇവിടുത്തെ കാസർഗോഡ് ജനങ്ങൾക്കാണ് വിജയം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ താങ്ക് യു മോദിജി, താങ്ക് യു ഗഡ്കരിജി ആൻഡ് താങ്ക് യു അവർ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി. ഒഫീഷ്യൽ ഓർഡർ എപ്പോഴാണ്? ടുമോറോ ആഫ്റ്റർനൂൺ. ഇത് ദേശീയപാത അതോറിറ്റിക്ക് ഇതിന്റെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് മന്ത്രി എന്ന നിലയിൽ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലല്ലോ, ഇതിന്റെ ഒഫീഷ്യൽ എന്ന നിലയിൽ ദേശീയപാത, ബിക്കോസ് BJP ആണ് നിരന്തരമായിട്ടുള്ള മീൻസ് ആ വേ ഓഫ് റൂളിംഗ് എങ്ങനെയാണ്, ആ റൂൾസ് എങ്ങനെയാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്, ആ വേയിലാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വേയിൽ പോയത് കൊണ്ടാണ് അതേ വേയിലാണ് നിതിൻ ഗഡ്കരിജി നമുക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് മറ്റേ പാർട്ടിന്റെ പോലെ റോഡിൽ നിന്ന് സമരം ചെയ്തുകൊണ്ട് നാഷണൽ പബ്ലിക് പ്രോപ്പർട്ടിനെ നമ്മൾ സ്പോയിൽ ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് സംഘർഷങ്ങൾ നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ സംഘർഷത്തിൽ വരാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനങ്ങൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിട്ടില്ല. നമ്മൾ പോയത് ശാന്തി ഒരു ഒഫീഷ്യലായിട്ടാണ്. അപ്പോൾ അതേപോലെ ഒഫീഷ്യലായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്കിന്ന് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായെങ്കിലും ജനങ്ങൾക്ക് ഇവിടുത്തെ കാസർഗോഡ് ജനങ്ങൾക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ആണ്. അപ്പോൾ നാളെ വിത്തിൻ 48 hours ഇവിടെ ടോൾ ഇനി എടുക്കുന്നില്ല എന്ന് ഉറപ്പ് BJP കൊടുത്തിട്ടുണ്ട്. കൂടെ ഉണ്ടാവും മോദിജി. താങ്ക് യു. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി NH 66 ആണങ്കൂർ, കാസർഗോഡ്.